സ്ത്രീകൾക്ക് ജാതിമത ചിന്തകൾ ഉണ്ടാവരുതെന്ന് കെ ശൈലജ എം.എൽ.എ. വിദ്യാർത്ഥികളെ മതേതര ബോധമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണമെന്നും അവരിൽ നിന്നും നവോത്ഥാനം ആരംഭിക്കാൻ സാധിക്കണമെന്നും കെ ശൈലജ പറഞ്ഞു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് യോധക പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും സ്ത്രീകൾ ഒരുപാട് മാറി. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും കെ ശൈലജ എം.എൽ.എ. പറഞ്ഞു. എന്നാൽ ഇവിടെ നിൽക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് താഴെ പോകരുത്, പഴയതുപോലുള്ള കാലത്തിലേക്ക് തിരിച്ചു പോകരുത്, കുറേയും കൂടി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും വേണം. അങ്ങനെ വേണമെങ്കിൽ കരുതി കൂട്ടിയ ചില ഇടപെടലുകൾ നമ്മളെല്ലാം കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഇടപെടലുകൾ നടത്തണമെങ്കിൽ വസ്തുതകൾ വേണം കയ്യിൽ. നമുക്ക് ഏത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിലും യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ത്രീകളുടെ ജീവിതം, എന്താണ് അവരുടെ ആവശ്യകതകൾ, എങ്ങനെയാണ് അവരെ കൂടുതൽ മുന്നോട്ട് നയിക്കുക, ഈ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്ത്രീ പദവി പഠനം നടത്തിയിട്ടുള്ളത്. നല്ലൊരു റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ബാലഗോപാലൻ അധ്യക്ഷനായി. പ്രഥമ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ലക്ഷ്മി റിപ്പോർട്ട് ഏറ്റുവാങ്ങി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രകാശിനി റിപ്പോർട്ട് വിശകലനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി.കെ. സുരേഷ് ബാബു, കെ.വി. ബിജു, ചന്ദ്രൻകല്ലാട്ട്, അഡ്വക്കേറ്റ് എം.സി. സജീഷ്, എം.കെ. മുരളി, ടി. പ്രകാശൻ, കെ.ഒ. സുരേന്ദ്രൻ, പി.സി. അഹമ്മദ് കുട്ടി, കെ. സ്മിത, കെ.എം. സൽമിത്ര, കെ. മുന്താസ്, സി.എം. പ്രസീത, കെ. ഷീബ, കെ.ബി. പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ICDS സൂപ്പർവൈസറായി തിരഞ്ഞെടുക്കപ്പെട്ട ജിൻസി മോൾ ജോർജിനെ ആദരിച്ചു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.